ഹലോ ഗൈസ്, ഞങ്ങൾ കുറെ നാളുകളായിട്ട് കൂട്ടിവെച്ച ക്യാനുകളും പ്ലാസ്റ്റിക് ബോട്ടിൽസും ആണിത്. ഇത് നമുക്ക് റീസൈക്കിൾ ചെയ്താൽ ഫിൻലൻഡിൽ എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം. ആ കിട്ടിയ പൈസ കൊണ്ട് നമുക്ക് ഗ്രോസറി സ്റ്റോറിൽ നിന്ന് എന്തൊരു സാധനങ്ങൾ മേടിക്കാൻ പറ്റും. ഈ കുപ്പി റീസൈക്കിൾ ചെയ്ത് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് പോയി നോക്കാം. നമ്മുടെ കയ്യിൽ ഇത്രയും കുപ്പിയുണ്ട്. നമ്മൾ കുറെ നാളും കൊണ്ട് ശേഖരിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ 2 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. എല്ലാ സ്ഥലത്തും നമുക്കിത് റീസൈക്കിൾ ചെയ്യാനുള്ള പോയിന്റ്സ് ഉണ്ടാവും. അപ്പൊ നമുക്കിത് കൊണ്ട് ഇട്ട് നോക്കാം. ഇവിടെയാണ് നമ്മൾ കുപ്പികൾ റീസൈക്കിൾ ചെയ്യുന്ന സ്ഥലം. ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഒരുപാടുണ്ട്, നിന്റെ സഹായം അടക്ക വേണ്ടി വരും. ഇവിടെ നമ്മൾ ഇടുന്നതിന്റെ അനുസരിച്ച് എത്ര രൂപയാണെന്ന് വന്നോണ്ടിരിക്കും. ചിലതിന് 10 സെന്റ് ഉണ്ടാവും, ചിലതിന് 15 സെന്റ് ഉണ്ടാവും, ചിലതിന് 20 സെന്റ്, 40 സെന്റ്, അങ്ങനെയൊക്കെയാണ് പൈസ ഉണ്ടാവുക. ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു 17 യൂറോയുടെ അടുത്ത് വന്നിട്ടുണ്ട്. വിട്ട് കഴിയുമ്പോൾ എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. €18 കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് നമുക്ക് ഇവിടെ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഏത് സൂപ്പർ മാർക്കറ്റിൽ വേണമെങ്കിൽ കൊടുത്തിട്ട് ഗ്രോസറീസ് മേടിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഫ്രഷ് കോക്കനട്ട് മേടിച്ചാൽ മിക്കവാറും ചീത്തയായിട്ടൊക്കെ ആയിരിക്കും വരിക. അപ്പം അത് മേടിക്കുന്നതിനേക്കാളും നല്ലത് നമ്മളിങ്ങനെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് മേടിക്കുകയാണ്. ഇതാവുമ്പോൾ പൊട്ടിച്ചു കഴിയുമ്പോൾ കേടായി പോകുമെന്ന് മേടിക്കുകയൊന്നും വേണ്ട. പിന്നെ കമ്പാരിറ്റീവ്ലി പൈസയും കുറവാണ് ഇതിന്. ഇവിടെ നമുക്ക് നാട്ടിലത്തെ അരിക്കൊക്കെ നല്ല പൈസ കൊടുക്കണം. അപ്പോൾ പാർബോയിൽഡ് റൈസ് ആണെങ്കിൽ വലിയ പൈസ ഇല്ലാതെ വരും. ഏകദേശം നാട്ടിലെ അരിയുടെ ഒരു ടെക്സ്ചറിലൊക്കെ തന്നെ കിട്ടുകയും ചെയ്യും. ഇത് ഇവിടെ 1 കിലോയ്ക്ക് 85 സെന്റ് ആണ്. ഇപ്പൊ തന്നെ ഇവിടെ 4 മണി ആയിട്ടുള്ളൂ. അപ്പൊ തന്നെ ഫുൾ ഇരുട്ടായി. ഇപ്പോ ഡേ ടൈം ഒക്കെ വളരെ കുറവാണ് വിന്റർ ആയതുകൊണ്ട്. അതുകൊണ്ട് നേരം വെളുത്ത് എണീറ്റ് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒക്കെ ഫുൾ ഇരുട്ടായിരിക്കും. രാവിലെ ഒരു 10 മണിയൊക്കെ ആവും സൺറൈസ് ആവാനായിട്ട്. നമുക്കപ്പം ഇത്രയും സാധനങ്ങളാണ് €18 കൊടുത്ത് മേടിക്കാൻ പറ്റിയത്. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ നമ്മൾ കഴിക്കാനുള്ളതാണ് മേടിച്ചത്. പിസ്സ, ഇതിനകത്ത് 4 പിസ്സ ഉണ്ട്. കുറച്ച് സാധനം ബാഗില. പഞ്ചസാര, അരി. ഇപ്പൊ നമ്മൾ ഇത്രയും സാധനം മേടിച്ചു കുപ്പി കൊടുത്തിട്ട്. സ്ഥിരമായിട്ട് കുപ്പി പറക്കാൻ പോയാൽ എനിക്ക് തോന്നുന്നു കുപ്പി വെച്ചുള്ള വരുമാനം വെച്ച് നമുക്ക് എല്ലാ ഗ്രോസറീസും മേടിക്കാം. അതെ അതെ, അത്രയൊക്കെ കിട്ടാൻ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ശരി, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.